അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടാവില്ല. അവരെന്താ ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? ഒരിക്കലും ഞാൻ ആർട്ടിസ്റ്റാണ്, അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി ഒരു വ്യക്തിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല, ഇല്ലേ? മാക്സിമം നാണം കെടുത്തി അയാൾ അവിടെ. എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു. എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു. ഞാൻ ലൊക്കേഷനിൽ ഒരാളായിട്ട് എന്താണ് പ്രേമമാണെന്നും അയാളെ. നമസ്കാരം. ഉപ്പും മുളകും, ബാലു, SP ശ്രീകുമാർ, നിഷാ സാരംഗ്, ഇവരെ ചുറ്റിപ്പറ്റിയുള്ള സംഭവങ്ങളൊക്കെ അറിയാം. കേസ് കൊടുത്തത് അറിയാം, ആരെയാണ് കേസ് കൊടുത്തതെന്ന് അറിയാം, എന്തിനാണ് കേസ് കൊടുത്തത് എന്നൊക്കെ നമുക്കൊരു ഊഹമുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് ഈ പറയുന്ന SP ശ്രീകുമാറും തന്റെ ഭാര്യയായ മണ്ടോദരിയുമായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ കേസ് കൊടുത്തവരെ പറ്റി വളരെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അവരുടെ സ്ഥിരം പണി ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് ഈഗോയാണ്, അവർക്ക് അസൂയയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കുടുംബജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവാം. ഇപ്പോ ഇന്നലെ ഏഷ്യാനെറ്റ് ന്യൂസിൽ നമ്മുടെ നിഷാ സാരംഗ് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇതിനുള്ള ഈ നിഷാ സാരംഗ് ഇപ്പോ ഒരു ഇന്റർവ്യൂ കൊടുക്കണമെങ്കിൽ സ്വാഭാവികമായിട്ടും അതിനുള്ള മറുപടിയാണ്. അതായത് ഈ പറയുന്ന SP-യും മണ്ടോദരിയും കൊടുത്തതിനുള്ള മറുപടിയാണ്. ഇവിടെ ആരുടെയും പേരുകൾ വെളിപ്പെടുത്തുന്നില്ല. പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ഈ പറയുന്ന SP ശ്രീകുമാറിനെതിരായിട്ടും ബാലുവിനെതിരായിട്ടും പറയുന്നുണ്ട്. അതിനോടൊപ്പം എന്തുകൊണ്ടാണ് ഈ പറയുന്ന വ്യക്തിക്ക്, ആരോ ആയിക്കോട്ടെ, അവർക്ക് എന്തുകൊണ്ടാണ് എൻ്റെ അടുത്ത് ദേഷ്യം വരാൻ കാരണം, എന്നോടുള്ള വൈരാഗ്യം വരാൻ കാരണം എന്താണ്, എന്തുകൊണ്ടാണ് ഞാൻ കേസ് കൊടുത്തത്, ഇതൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന നിഷാ സാരംഗ് ആ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് എന്നുള്ളതാണ്. ആദ്യമേ ഞാൻ പറയാം, ഇതിനകത്ത് പേരോ ഒന്നും പറയുന്നില്ല. പക്ഷെ കേൾക്കുന്നവർ മണ്ടന്മാരല്ലാന്ന് അവർക്ക് തന്നെ അറിയാം. ഈ ഇന്റർവ്യൂ ചെയ്തവർക്കും നിഷാ സാരംഗിനും കൃത്യമായി അറിയാം കേൾക്കുന്നവർ മണ്ടന്മാരല്ല. ഞാൻ എന്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുക, ആരെ കുറിച്ചാണ്, എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്ന് അവർക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ, കേസ് നടക്കുന്നത് കൊണ്ട് തന്നെ ആരുടെയും പേരൊന്നും ഉച്ചരിക്കാതെ നിഷാ സാരംഗ് ഈ സംഭവങ്ങൾ പറയുന്നുണ്ട്. വളരെ ആദ്യം ഇവർ ആരോപിക്കുന്ന ഏറ്റവും വലിയൊരു ആരോപണമാണ് ഞാൻ ആദ്യം വെക്കുന്നത്. ഈ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കറിയാം, ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരുന്ന് പെട്ടെന്ന് ഈ ഇന്റർവ്യൂ എന്ത് ചെയ്യുന്ന അറിയാമോ, ഒരു കഞ്ചാവിന്റെ കേസ് എടുത്ത് പറയുന്നുണ്ട്. കഞ്ചാവും മയക്കുമരുന്ന്, ഡ്രഗ്സ്, അതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് നിഷാ സാരംഗ് ഇട്ടു കൊടുക്കുന്നു. നിഷാ സാരംഗ് അതിനൊരു മറുപടി പറയുന്നുണ്ട്, കേൾക്കുക. സെറ്റുകളിലൊക്കെ ഇത്തരത്തില് മയക്കുമരുന്ന്, കഞ്ചാവ്, അത്തരത്തിലുള്ള ലഹരി ഉപയോഗം, അപ്പൊ ആ സിനിമയിൽ ഇപ്പോ വർക്ക് ചെയ്യുന്ന ഓരോ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഒരുപാട് ആൾക്കാരുള്ളതാണ് ഒരു സിനിമ എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത്. എല്ലാവരും ബാധിക്കായിരിക്കും ഒരാൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ജീവിതം നഷ്ടപ്പെട്ടവർ ഒരുപാടുണ്ടാവും, അല്ലേ? പുറത്ത് പറയാൻ പറ്റാതെ, പുറത്ത് പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ട് അത് അവർക്ക് തന്നെ തിരിച്ചു വരുമെന്ന് പേടിച്ചിട്ട് പറയാതിരിക്കുന്ന ആൾക്കാരുണ്ടാവും, ഇല്ലേ? അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ബോധം ഉണ്ടാവില്ല, അവരെന്താ ചെയ്തതെന്ന് അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ, അല്ലേ? പക്ഷേ എന്താണ്, ഇത് ഉപയോഗിച്ചിട്ട് ഇവർ ബോധം നഷ്ടാവസ്ഥയിൽ ഇവരെന്ത് കാണിച്ചു കൂട്ടിയാലും അത് അനുഭവിക്കുന്ന ആ സ്ത്രീയോ കുട്ടിയോ ആണ് അത് അനുഭവിക്കേണ്ടി വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അതായത് കഞ്ചാവ് അടിച്ചവരെ കേസാ പറയുന്നത്. ഈ SP ശ്രീകുമാറിന്റെ ആ ഒരു ഇന്റർവ്യൂവിലും ഈ കഞ്ചാവിനെ പറ്റി ഒരു പരാമർശം ഉണ്ടായിരുന്നു. നിങ്ങൾ കഞ്ചാവ് അടിച്ച് നടക്കുന്നതല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്റെ ഒരു ഊഹം, എന്റെ ഓർമ്മ ശരിയാണ്. ഇവിടെയും അവരെ കുറിച്ച് തന്നെ പറയുന്നു എന്നാണ് ഞാൻ മനസ്സിലായത്. വലിയ റോക്കറ്റ് സയൻസിന്റെ ആവശ്യമൊന്നുമില്ല. അതായത് കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് ബോധം ഉണ്ടാകില്ല. SP ആയാലും ഈ പറയുന്ന ബാലുവിനെ ആയാലും കഞ്ചാവ് അടിച്ച് നടക്കുന്നവർക്ക് ബോധം ഉണ്ടാകില്ല. അവര് കഞ്ചാവ് അടിച്ച് എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് പെട്ടെന്ന് മറന്നു. പക്ഷെ അത് അനുഭവിക്കേണ്ടി വരുന്നവർ അങ്ങനെ പെട്ടെന്ന് അവർക്ക് മറക്കാൻ സാധിക്കില്ലല്ലോ. ഗുരുതരമായ ആരോപണമാണ്. മനസ്സിലായോ? അടുത്തത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ വരുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ്. കാരണം അതിൻ്റെ വേദന അനുഭവിക്കുന്നവർക്ക് അറിയാൻ പറ്റുള്ളൂ അതിൻ്റെ ദുഃഖം എന്താണെന്നുള്ളത്, അല്ലേ? അതെ. അതുകൊണ്ട് അങ്ങനത്തെ നിയമം എപ്പോഴും നമ്മുടെ മുന്നിലേക്ക് വന്നത് ഏറ്റവും ഞാൻ സന്തോഷിക്കുന്നുണ്ട്. കാരണം അതുകൊണ്ട് ആർക്കും ഒരു സങ്കടം ഉണ്ടാവാണ്ടിരിക്കട്ടെ, അല്ലേ? കാരണം ഇത് ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്ക് അത് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഓർമ്മക്കുറവൊക്കെ ഉണ്ടാവും, അല്ലേ? അത് കഴിയുമ്പോഴായിരിക്കും അവർ തിരിച്ചു വരുന്നത്. പക്ഷെ ആ അനുഭവിച്ച ആൾക്ക് ആ വേദന പോകില്ല, അവർക്ക് ഓർമ്മക്കുറവില്ല, അല്ലേ? മനസ്സിലായോ? ഇത് ഉപയോഗിച്ച ആൾക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിളി പറക്കും. അതായത് ഈ സെറ്റിനകത്തൊക്കെ കഞ്ചാവ് ഉപയോഗിക്കുന്നത് ശരിയാണോ, അതിനൊരു നിയമം കൊണ്ടുപോകുന്നത് ശരിയാണോ, അതിന് പറയുന്നത്. അതായത് ഇവർ പറഞ്ഞു വരുന്നത് ബാലു ആയിക്കോട്ടെ SP ശ്രീകുമാർ ഇവർ രണ്ടിലും കഞ്ചാവും ഡ്രഗ്സും ഉപയോഗിക്കുമെന്ന് തന്നെയാണ്. 100% അത് തന്നെയാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. അപ്പോ അവര് കാരണം അനുഭവിക്കേണ്ടി ഞാൻ ഒരുപാട് അനുഭവിച്ചു എന്ന് തന്നെയാണ് നിഷാ സാരംഗ് പറയുന്നത്. മനസ്സിലായോ? അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വലിയ റോക്കറ്റ് സയൻസിന്റെ ഒന്നും ആവശ്യമില്ല.
അതായത് SP ശ്രീകുമാറിന്റെ അടുത്ത് ആ കഴിഞ്ഞ ഇന്റർവ്യൂവർ ചോദിച്ച അതേ ക്വസ്റ്റ്യൻ, താങ്കൾ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് ശരിയാണോ എന്ന് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അതായത് ഇവർ രണ്ടിനും കഞ്ചാവാണ് എന്ന് തന്നെയാണ് ഇൻഡയറക്റ്റ് ആയിട്ട് നിഷാ സാരംഗ് പറയുന്നത്. ഇനി എന്തുകൊണ്ട് നിഷാ സാരംഗിനോട് ഇവർക്ക് ദേഷ്യം വന്നു എന്നുള്ളതിനെ കുറിച്ച് അത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കേൾക്കണം കേട്ടോ, കേൾപ്പിക്കാം. ഏറ്റവും വലിയൊരു പ്രശ്നമാണത്. ഒരു ലൊക്കേഷനിൽ ഒരാളെ അയാൾ കമ്മീഷൻ മേടിച്ചു എന്നും പറഞ്ഞൊരു കഥ വന്നു. എന്നിട്ട് പലപ്പോഴും അവിടെ അയാളെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമായിരുന്നു. ആർട്ടിസ്റ്റുകൾക്ക് എപ്പോഴും നല്ല പൈസയൊക്കെ കിട്ടുന്നുണ്ട്, ഈ ടെക്നീഷ്യന്മാർക്ക് വളരെ നിസ്സാര പൈസയാണ് കൂടുതലും കിട്ടണം അല്ലേ. അപ്പം അങ്ങനെ ഒരിക്കലും ഞാൻ ആർട്ടിസ്റ്റാണ് അതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നുള്ളൊരു അഹങ്കാരത്തോടു കൂടി ഒരു വ്യക്തിയോട് അങ്ങനെ ചെയ്യാൻ പാടില്ല, ഒരിക്കലും ചെയ്യാൻ പാടില്ല അല്ലേ. ഇതാണ് സംഭവം. ഈ സംഭവം ഞാൻ ചുരുക്കി പറഞ്ഞു തരാം. അതായത് ഈ ഒരു വിഷയം നടക്കുന്നത്, അതായത് അവിടെ ഒരു ടെക്നീഷ്യൻ ആയിട്ട് ഒരു ഹാർട്ടിന് പ്രശ്നമുള്ള ഒരാൾ, ഹാർട്ടിനുള്ള കിഡ്നിക്ക് എന്തോ പ്രശ്നമുള്ള ഒരാൾ വന്നിട്ട് അയാൾ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടി എന്തോ ഒരു സംഭവം നടക്കാൻ വേണ്ടിയിട്ട് ആരെന്നോ കമ്മീഷൻ കൊടുത്തു അല്ലെങ്കിൽ കമ്മീഷൻ വാങ്ങിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഈ പുള്ളിക്കെതിരായിട്ട് വന്നു എന്നുള്ളതാണ്. അപ്പോ അങ്ങനെ എന്ത് ചെയ്തു, അത് പറഞ്ഞത് അവിടുത്തെ ഒരു മെയിൻ ആർട്ടിസ്റ്റ് ആണ് പറഞ്ഞത്. നിഷാ സാരംഗ് അത് പറഞ്ഞത് അവിടെയുള്ള ഒരു മെയിൻ ആർട്ടിസ്റ്റ് ഈ പുള്ളിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു ആരോപണം പറയുന്നു. അതുകൊണ്ട് തന്നെ അവിടെയുള്ളവർ ഈ പുള്ളിയെ അവിടെ നിന്ന് മാറ്റി അവരുടെ ഓഫീസിലേക്ക് ഇവർക്ക് ജോലി കൊടുക്കുന്നു. ഇത് നിഷാ സാരംഗ് ആ പുള്ളിയെ വിളിച്ചു ചോദിച്ചു, പുള്ളി ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല എന്ന് പറഞ്ഞു. ഈ കമ്മീഷൻ വാങ്ങി എന്ന് പറയുന്ന ആളെ വിളിച്ച് ചോദിച്ചപ്പോൾ ആ പുള്ളി പറഞ്ഞു, ആദ്യം പുള്ളി സത്യമൊന്നും പറഞ്ഞില്ല, പിന്നെ പുള്ളി പറഞ്ഞു അത് ഞാൻ കടം വാങ്ങിച്ചതാണ്. മനസ്സിലായോ? അത് ഞാൻ ആ പുള്ളിയുടെ നിന്ന് 2000 കടം വാങ്ങിച്ചു, അടുത്ത മാസം വീണ്ടും അതിന്റെ എനിക്ക് ശമ്പളം കിട്ടിയില്ല, വീണ്ടും ഞാൻ 2000 കടം വാങ്ങിച്ചു, അതിനുശേഷം ഞാൻ 4000 ആയിട്ട് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. എന്നിട്ട് നിഷാ സാരംഗ് ചെയ്യുന്ന വെച്ചാൽ ഇത് അറിഞ്ഞതിന് ശേഷം ഈ മെയിൻ ഒരു ആർട്ടിസ്റ്റാണ് ഇത്, ഈ മെയിൻ ആർട്ടിസ്റ്റിനെ ആദ്യം വിളിച്ച് ചോദിക്കുന്നു, നിങ്ങൾ എന്തിനു പറഞ്ഞു, അങ്ങനെ പറഞ്ഞല്ലോ, കടമൊന്നും വാങ്ങിച്ചിട്ടില്ലെന്നോ, പിന്നീട് കമ്മീഷൻ ഒന്നും വാങ്ങിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞല്ലോ, നിങ്ങളൊരു ആർട്ടിസ്റ്റില്ല, അതിന്റെ അഹങ്കാരം കാണിക്കല്ല് എന്ന് പറയുക മാത്രമല്ല അവിടെയുള്ള സെറ്റിലുള്ള എല്ലാവരെയും വിളിച്ചു കൂട്ടി ഈ ഒരു കാര്യം അവതരിപ്പിച്ചു. ഇതിന് 2 വശങ്ങളുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓക്കെ, അല്ലാതെ പുള്ളി എൻ്റെ നിന്ന് കമ്മീഷൻ ഒന്നും മേടിച്ചിട്ടില്ല, ചോദിച്ചിട്ടില്ല, അങ്ങനെയൊന്നും പുള്ളി സംസാരിച്ചിട്ടില്ല. ഓക്കെ, ഞാൻ അപ്പോൾ തന്നെ ഇത് ഈ പറഞ്ഞു നടന്ന ആളെ ആദ്യം വിളിച്ചു, പുള്ളിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുത്ത ആളെ ഞാൻ ആദ്യം വിളിച്ചു. ഞാൻ അപ്പയനോട് ചോദിച്ചല്ലോ, അപ്പയൻ പറഞ്ഞല്ലോ അപ്പയൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, അപ്പയൻ്റെ അടുത്ത് നിന്ന് കമ്മീഷൻ പുള്ളി മേടിച്ചിട്ടില്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ പുള്ളി ബബ്ബ പിടിക്കാൻ തുടങ്ങി. ഞാൻ എല്ലാവരെയും വിളിച്ചു, ആ ഒരു ലൊക്കേഷനിലെ കാരണം ആ ലൊക്കേഷനിലെ എല്ലാവരുടെ അടുത്തും പുള്ളി പറഞ്ഞു കഴിഞ്ഞിരുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ എനിക്ക് അറിയണമെന്ന് തോന്നി. അപ്പോൾ അതുകൊണ്ട് എല്ലാവരെയും വിളിച്ചു കൂട്ടി എല്ലാവരുടെ ഞാൻ കാര്യം പറഞ്ഞത് ഇന്നതാണ് കേട്ടോ, അയാൾ കമ്മീഷനൊന്നും മേടിച്ചിട്ടില്ല, എന്താണ് വെറുതെ ഒരാളെ പറ്റി ഇല്ലാത്ത പറഞ്ഞ് അയാളുടെ ജോലി കളയിക്കാൻ നോക്കുന്നത് നല്ലൊരു പ്രവണതയല്ല. കാരണം നമുക്ക് ശമ്പളം കൂടുതൽ കിട്ടുന്നതനുസരിച്ച് നമുക്ക് ചിലപ്പോൾ അഹങ്കാരം കയറാം. പക്ഷേ നിസ്സാര ശമ്പളം മേടിക്കുന്ന ടെക്നീഷ്യന്മാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയൊരു വരുമാനമാണ്. അവരുടെ നമുക്ക് കോടികൾ, അവർക്ക് ഒരു 1000 പോലും അവർക്ക് കോടിയായിട്ടാണ് അവർക്ക് തോന്നണം ഇല്ലേ. മനസ്സിലായോ? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഇവരെ വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഈ നിഷാ സാരംഗ് അതൊരു മെയിൻ ആർട്ടിസ്റ്റ് ആണ്, അത് SP ശ്രീകുമാർ ആവാനാണ് എനിക്ക് ചാൻസ്. SP ശ്രീകുമാറാണോ അല്ലെങ്കിൽ ബാലു, ഇത് രണ്ടിൽ ആരോ ഒരാളാണ്. ഇവരെ വിളിച്ചിട്ട് ചോദിക്കുക മാത്രമല്ല അവിടെയുള്ള ക്രൂ മെമ്പേഴ്സ് എല്ലാവരെയും വിളിച്ചിട്ട് ഈ നിഷാ സാരംഗ് ഇതൊരു പ്രശ്നം ഉണ്ടാക്കി. നിഷാ സാരംഗിനോട് എനിക്ക് പറയാനുള്ളത്, ഇതിൽ 2 കേസുണ്ട്. താങ്കൾ തന്നെ പറയുന്നു അത് അവിടുത്തെ ഒരു മെയിൻ ആർട്ടിസ്റ്റ് ആണെന്ന്. അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് പിന്നീട് ഇങ്ങനെ ഒരു സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് അവിടെയുള്ള ക്രൂ മെമ്പേഴ്സിനെ എല്ലാവരെയും വിളിച്ച് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി അയാളെ എന്തിന് നാണം കെടുത്തുക അല്ല ചെയ്യാനുള്ളത്, അത് പേഴ്സണലായിട്ട് പറഞ്ഞു പരിഹരിക്കുകയാണ് ചെയ്യാനുള്ളത് ആണല്ലോ. നിഷാ സാരംഗാണ് നാളെ നിഷാ സാരംഗിന്റെ എതിരായിട്ട് ഒരു ആരോപണം വരുമ്പോൾ നിഷാ സാരംഗിനെ പേഴ്സണലായിട്ട് പറഞ്ഞു തീർക്കുന്നപ്പോൾ അവിടെയുള്ള ക്രൂ മെമ്പേഴ്സിനേക്ക് വിളിച്ച് നാണം കെടുത്തുമ്പോൾ അത് താങ്കളോട് ഒരു വിരോധമായി തോന്നും. ഇനി മറ്റൊരു വശമുണ്ട്, സ്വന്തം കൂടെ ജോലി ചെയ്യുന്ന ഈ പറയുന്ന വൃക്കയൊക്കെ തകരാറിലായ ഒരാളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ചെയ്ത്, അത് വേറൊരു വശം. സഹായിക്കാൻ വേണ്ടി നമുക്ക് നിൽക്കണം, അവർക്ക് വേണ്ടി കൂടണം, പക്ഷെ നിൽക്കുന്നത് ഇങ്ങനെ ആവരുത്. ഇനി നിഷാ സാരംഗ് തന്നെ പറയുന്നുണ്ട് ഇത് കമ്മീഷൻ വാങ്ങിച്ചതല്ല, 2 മാസം ഇവർക്ക് പണി കിട്ടിയില്ല, 2 മാസം 2000 വെച്ച് ഇട്ട് കൊടുത്തു, 3ാമത്തെ മാസമാണ് ഈ പുള്ളി 4000 തിരിച്ചിട്ട് കൊടുത്തത്. 2 മാസം നിങ്ങൾക്ക് അവിടെ ശമ്പളം ഒന്നും കിട്ടിയില്ലേ, അതൊരു ക്വസ്റ്റ്യൻ. ഈ 4000 തിരിച്ചിട്ട് കൊടുത്തത് ഈ പ്രശ്നം വന്നതിന് ശേഷമാണോ അതിന് മുമ്പാണോ, ഇതൊക്കെ നമുക്ക് നോക്കണം. അതുമല്ല ആ പുള്ളി പറയുന്നത് സത്യമാണെന്ന് താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി? ഇതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ്. ഞാൻ കമ്മീഷൻ വാങ്ങിച്ചപ്പോൾ പറയൂടെ ഞാൻ കമ്മീഷൻ വാങ്ങിച്ചു എന്നുള്ളത്. അപ്പൊ അത് നമുക്ക് തീർത്തും നിഷാ സാരംഗിന് വന്ന ഒരു പ്രശ്നമല്ല ഇത് 3ാമതൊരാളാണ്. അപ്പൊ ആ പുള്ളി പറയുന്നത് താങ്കൾ വിശ്വസിക്കുകയും വിശ്വസിച്ച് വന്ന് അത് സത്യമോ കള്ളമോ എന്തോ ആയിക്കോട്ടെ അത് വന്ന് ഈ പറയുന്ന ആർട്ടിസ്റ്റിനോട്, മെയിൻ ആർട്ടിസ്റ്റ് അവിടുത്തെ ആ ആർട്ടിസ്റ്റിനോട് ചോദിക്കുക മാത്രമല്ല ആൾക്കാരെ ക്രൂ മെമ്പേഴ്സ് എല്ലാവരെയും വിളിച്ച് അവരെ നാണം കെടുത്തി അവരുടെ ഇഷ്യൂ ഉണ്ടാക്കി. അത് ശരിയാണോ എന്നുള്ളത് എൻ്റെ അടുത്ത് ചോദിച്ചാൽ അത് ശരിയായിട്ടുള്ള കാര്യമല്ല എന്നാണ്. ക്രൂ മെമ്പേഴ്സിനെ അവിടെയുള്ള എല്ലാവരെയും വിളിച്ച് ഇതൊരു വലിയൊരു വിഷയമാക്കേണ്ട കാര്യമല്ല എന്നുള്ളതാണ്. ബാക്കി
അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല, അത് മോശമായി പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആണോ, ഒന്നും അറിയാത്ത പോലെ അയാൾ ആണോ അപ്പോൾ എന്നെ ഒരു നോട്ടം നോക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു, അന്നേ എനിക്ക് മനസ്സിലായിരുന്നു ഇതെനിക്ക് തിരിച്ച് പണി വരുമെന്ന്. അപ്പോൾ പക്ഷേ പിന്നീട് അങ്ങോട്ട് എനിക്ക് പണികളുടെ ധാരയായിരുന്നു. ഒരുപാട് പണികൾ എനിക്ക് വന്നു. ഞാനത് മൈൻഡ് ചെയ്യാതെ പോയി. പിന്നെ അവസാനം എന്നെ എന്താ പറയുക, എനിക്ക് കുറേ അപവാദങ്ങൾ ഉണ്ടാക്കി തന്നു, കുറേ പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ ഉണ്ടാക്കി തന്നു. അതൊക്കെ ഞാൻ മൈൻഡ് ചെയ്ത് കിട്ടും, അത്രയും മൈൻഡ് ചെയ്ത് കിട്ടും. കാരണം വെച്ചാൽ എന്താ പറയുക, എന്നെ മാക്സിമം നാണം കെടുത്തി അയാൾ അവിടെ. എൻ്റെ വീട്ടിൽ വരെ വിളിച്ച് പലതും പറഞ്ഞു. എന്നെ പറ്റി പല കഥകളും പറഞ്ഞു കൊടുത്തു. ഞാൻ ലൊക്കേഷനിൽ ഒരാളായിട്ട് എന്താണ് പ്രേമമാണെന്നും അയാളെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്നും ഒക്കെ പറഞ്ഞു. അതായത് ഞാൻ അയാളായിട്ട് അവിടെ ഭയങ്കര ലീലാവിലാസങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞു. ഞാൻ ഒന്നും മൈൻഡ് ചെയ്തില്ല. അതങ്ങനെ കൂടി എൻ്റെ വീട്ടുകാർ എന്നോട് മക്കൾ ചോദിച്ചു എൻ്റെ അടുത്ത്, അമ്മ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്താണ്? ഞാൻ പറഞ്ഞ അത് മൈൻഡ് ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പോ അതിനുശേഷം ഈ പുള്ളിക്ക് ഈ നിഷയോട് ഭയങ്കര വൈരാഗ്യം തോന്നുകയും നിഷയെക്കുറിച്ച് അപവാദങ്ങൾ പറയും. ലൊക്കേഷനിൽ ആരുമായിട്ടോ സെറ്റപ്പാണ്, അല്ലെങ്കിൽ പിന്നെ പ്രേമമാണ്, അവർ തമ്മിലുള്ള ലീലാവിലാസങ്ങൾ അവിടെ നടക്കുന്നു എന്ന് വീട്ടിൽ വരെ വിളിച്ചു പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അത് നമുക്കിവിടെ പുറമെ തന്നെ നിഷയും മറ്റാളുടെ പേരും ചേർത്തുകൊണ്ട് ഒരുപാട് കഥകൾ വന്നിട്ടുണ്ടല്ലേ, ഒരുപാട് കഥകൾ. ഇവർ ലിവിങ് ടുഗദർ ആണ് എന്ന് പറഞ്ഞുള്ള കഥകൾ തന്നെ വരുന്നത്. അല്ലെങ്കിൽ ആ പുള്ളി തന്നെയാണോ, ഇനി മറ്റേതെങ്കിലും പുള്ളിയെ കുറിച്ചാണ്? എന്തായാലും അങ്ങനെ ഒരു സംഭവം, അതിന്റെ അനന്തര ഫലമായിട്ടാണ് ഈ ഒരു കേസിലേക്ക് പോയത്. ഇവിടെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ കഞ്ചാവ് അടിച്ച്, ഡ്രഗ്സ് അടിച്ച്, പിന്നെ എന്താണ് ഒരു ബോധവുമില്ലാതെ എന്താണ് നമുക്കറിയാൻ സാധിച്ചത്, തുണി മാറ്റിയപ്പോ എന്തോ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്തു. അത് പുള്ളിക്ക് പിന്നെ മറന്നുപോയി. മനസ്സിലായി? അതുപോലെ ഈ ഡ്രഗ്സ് അടിച്ചു കൊണ്ടുവന്ന് വളരെ മോശമായിട്ട് എൻ്റെ അടുത്ത് പെരുമാറി. അതിനുശേഷം അവർക്ക് അത് ബോധം വരുമ്പോൾ അവർക്ക് അതങ്ങ് മറന്നു പോകും. അനുഭവിച്ചവർക്ക് ഇതൊരു എന്താണ്, അത് ഓർമ്മയിൽ എപ്പോഴും നിൽക്കും എന്നുള്ളതൊക്കെയാണ് നിഷാ സാരംഗ് പറയുന്നത്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നിഷാ സാരംഗിന്റെ ഈ പറയുന്ന കൂടെ പിന്നെ ജോലി ചെയ്യുന്നവരെയൊക്കെ കൂട്ടി എന്താണ് ചേർത്ത് നിർത്തുക എന്നൊക്കെ ശരി തന്നെ. പക്ഷെ അതിനൊരു രീതിയുണ്ട്. അവിടെ നിഷാ സാരംഗിനെ പോലെ ഒരു വലിയൊരു ആർട്ടിസ്റ്റ് ആണ്, ഇത് സത്യമെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പൊ അവരെയൊക്കെ വിളിച്ചു കൂട്ടി, ആ ക്രൂ മെമ്പേഴ്സിനെ മൊത്തം വിളിച്ചു കൂട്ടി അവരെ പിന്നീട് നാണം കെടുത്തുന്ന രീതിയിലേക്ക് പറയുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ടും താങ്കളുടെ വിരോധം തോന്നും. അത് താങ്കൾക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. താങ്കളെ കുറിച്ചല്ല, മൂന്നാമതൊരാളാണ് പറയുന്നത്. സത്യമാണോ കള്ളമാണോ എന്ന് താങ്കൾക്ക് എങ്ങനെ ഉറപ്പിച്ച് പറയാൻ സാധിക്കും? അത് പക്ഷെ സത്യമായിക്കോട്ടെ, അതൊക്കെ പേഴ്സണൽ ആയിട്ട് നിങ്ങൾ പറഞ്ഞു തീർക്കാനുള്ള കാര്യമില്ല. അതവിടെ ക്രൂ മെമ്പേഴ്സിനെയൊക്കെ വിളിച്ച് പറയുമ്പോൾ ഉറപ്പായിട്ട് ആരായാലും തോന്നൂലേ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.